ആ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ആ പ്രദേശത്തെ വാർഡ് മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയോ കയറി കണ്ടോ? കണ്ടു. അത് ഫൈസിനപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ്. അവൻ്റെ തോളിന് ഇവിടെ എല്ലിന് പൊട്ടുണ്ട്. അതുപോലെ തന്നെ വയലിൻ്റെ അടിവയറ്റിൽ നന്നായിട്ട് അടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ യൂറിൻ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് സ്കാനിങ് എടുക്കുന്നുണ്ട്. സ്കാനിങ് എടുത്തിട്ട് ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ അവസ്ഥ എന്താ? ബാക്കിയുള്ളവരൊക്കെ നമ്മളെ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണുള്ളത്. അവർ ഇതുപോലെ പിന്നെ പല ഭാഗത്തും പൊട്ടലും കാര്യങ്ങളുണ്ട്. അവർ പിന്നെ അബോധാവസ്ഥയിലാണ്. പിന്നെ ഡോക്ടർ അവരെയും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കുട്ടിയാണുള്ളത് 11 വയസ്സായ. അവൻ പിന്നെ നമ്മൾ പേരൊക്കെ ചോദിച്ചപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. പേരൊക്കെ ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന് കാലിന് എല്ല് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിലവിലെ സ്ഥിതി എന്തൊക്കെയാണ് സ്ഥിതി? ഇവിടെ ഇപ്പോൾ മൂന്നാൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒരു പയ്യനുണ്ട്, ഡ്രൈവറെ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ്. മൂന്നാളുടേതും അത്ര ഗുരുതരമല്ലാത്തൊരു സ്ഥിതിയാണ്. ഡ്രൈവറെ സ്കാനിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ്. അതിന് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നില്ല. അതിനുശേഷം വിശദവിവരങ്ങളൊക്കെ വരുന്നുള്ളൂ. ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ KMCC പ്രവർത്തകരും പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും ഉള്ളിലുണ്ട്. എല്ലാ ആൾക്കാരും ഉള്ളിലുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും വന്നിട്ടുണ്ട്. കൂടുതലും അങ്ങോട്ട് പോയി. അപ്പോൾ അവൻ്റെ മരണപ്പെട്ട സാജിദ എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ മകനാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിലുള്ളത്. അപ്പോൾ അവൻ്റെ സാജിദയുടെ ആങ്ങളെ വന്നിട്ട് ഇപ്പോൾ തിരിച്ച് പൊള്ളാച്ചിക്ക് പോയി. കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കണമെങ്കിൽ ഇവൻ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളവിടെ നിർത്തിയതാണ് ഇപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എവിടെ സ്ഥലം? സ്കൂളിൻ്റെ അടുത്ത് തന്നെ. സ്കൂളിൻ്റെ തൊട്ടടുത്ത വീടാ. നഷ്ടമാണ്. എന്താ ചെയ്യും? സങ്കടം ഉള്ളിലൊതുക്കി ഇങ്ങനെ നിൽക്കുക. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ അത് പ്രതീക്ഷിക്കാത്ത ഒരു ഇതല്ലേ. രാവിലെ സന്തോഷത്തോടു കൂടി അവർ പോയി. വൈകുന്നേരത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അയൽവാസികൾ തൊട്ടടുത്ത് നമ്മളെ പയ്യനൊക്കെ അവിടെ നമ്മളെ കുട്ടികളൊപ്പം സ്ഥിരമായിട്ട് കളിക്കണ ആളാണ്. ഭയങ്കര നഷ്ടം. കുട്ടീനെ കണ്ടിട്ടില്ല. ഞങ്ങളെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇപ്പോൾ എത്തിയിട്ടുള്ള നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ 9 ബോഡി അവിടെയാണുള്ളത്. 3 ആൾ ഇവിടെ ഉണ്ട്. അതന്നെ, ഒരു കുട്ടി പ്രശ്നമൊന്നുമില്ല. രണ്ടും കുറച്ച് മോശമായ കണ്ടീഷനിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞു. വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നു. വ്യക്തമായ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീടുന്ന എല്ലാം ചെയ്തുകൊണ്ടുണ്ട്. അപ്പുറത്ത് നല്ല ഫോഴ്സെല്ലാം ഉണ്ട്. കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ എത്തിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ ഉണ്ടാവുമല്ലോ, പ്രൊഫസർമാരെല്ലാം ഇവിടെ ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ പോലെ ഈ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ അതുപോലെ അവർ ചെയ്യണം. ചെയ്ത് കിട്ടിയാൽ അവർ രക്ഷപ്പെടും. എന്താണ് ഉള്ളിൽ നിന്ന് എന്താ പറയുന്നത്? ഡോക്ടർമാരെന്താ പറയുന്നത്? ഇപ്പോൾ ഒരാളുടെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഒരാളുടെ നില മാത്രം. ഒരാൾ സ്കാനിങ്, ഒരു എക്സ്റേ കൊണ്ടുപോയിട്ടുണ്ട്. ആർക്കാണ് പ്രശ്നം? ഇപ്പോൾ നൗഷാദ് അലി കൂടെ ടീം അവിടെ ഉണ്ട്. റിലേഷൻ ഇവിടെ ഉള്ളിലുണ്ട്. ചീഫ് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്താണ് പ്രശ്നം പറഞ്ഞത്? ഇഞ്ചുറിയാണ്. എവിടെയാ ആൾ വരുന്നത്? ചെറിയ ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. ഇത്തിരി ക്രിട്ടിക്കൽ ആവുന്നുണ്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ് പറയുന്നത്.